സമയം ഏതാണ്ട് 7:30 ആകുന്നു. ഇപ്പോഴുമുണ്ട് ഒരുപാട് പേർ ആ വീടിനും പരിസരത്തുമായി ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ട നടനെ അവർക്ക് വിട്ടുപോകാൻ കഴിയുന്നില്ല. ആ വിയോഗം ഉൾക്കൊള്ളാൻ പലർക്കും ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിവരങ്ങൾ. പ്രജിൻ പറഞ്ഞ പോലെ ഇത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് വിട്ടുപോകാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ നിത്യഭാഗങ്ങൾ ഒന്നായിരുന്നു. ഒരു ദിവസമെങ്കിൽ പോലും അവരെ ആരെയും കാണാത്ത ഈ കഥാപാത്രങ്ങളായാണെങ്കിൽ പോലും നമ്മൾ കാണാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അദ്ദേഹം എഴുതിയ ഓരോ വഴികളാണെങ്കിൽ പോലും അതിലെ ഓരോ ഡയലോഗുകളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളത് പറയുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തോട് ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായി ശ്രീനിവാസൻ മാറുന്നത്. മലയാള സിനിമയുടെ നഷ്ടം എന്നെല്ലാം അത് പറയുന്നതല്ല ശരി. അതിനപ്പുറം നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ ഒന്നാണ് ശ്രീനിവാസന്റെ വിടവ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ വീട്ടിലേക്ക് അണമുറിയാതെ എത്തുന്ന ആളുകളുടെ ഒഴുക്ക് തുടരുന്നത്. അത് ചലച്ചിത്ര മേഖലയിൽ നിന്നാണെങ്കിലും സാഹിത്യ മേഖലയിൽ നിന്നാണെങ്കിലും അതിനപ്പുറം പ്രദേശവാസികളായിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പേർ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ടൗൺ ഹാളിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാഹം നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായി തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പിടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ആളുകളിലൂടെ എത്തുന്നത്. അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ പലരുടെയും വ്യക്തിപരമായ ഒരടുപ്പം പല ആളുകളോടും അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. കർക്കശക്കാരനായിരുന്നു, അല്ലെങ്കിൽ വാക്കുകളിൽ ഗൗരവം ഉണ്ടായിരുന്നു, തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന നന്മയെ ആരും കാണാതെ പോകുന്നില്ല. മാത്രമല്ല, നമ്മൾ ആദ്യഘട്ടത്തിൽ പറയുന്ന പോലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ജീവിതത്തിലുടനീളം സാധാരണക്കാരന്റെ വ്യക്തി ജീവിതവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അതിലെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഓരോ ഡയലോഗുകളും പോലും. ഇപ്പോഴും ഈ നേരത്തെ മുകേഷും ഗണേശും അടക്കമുള്ള ആളുകൾ പറഞ്ഞ പോലെ ജെൻസി കുട്ടികളാണെങ്കിൽ പോലും അവർക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ആ ഡയലോഗുകളിൽ പലപ്പോഴും ഉണ്ടായിരുന്നത്. അത് നമ്മൾ പലപ്പോഴും അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴുള്ള ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ നേരിട്ട് പരിശോധിക്കുമ്പോൾ പോലും പണ്ട് കാലഘട്ടങ്ങളിൽ കണ്ട് ചിരിച്ച പല കാര്യങ്ങളും ഇന്നത്തെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യത്തിലേക്ക് വരുന്നതായിരുന്നു. അത്രത്തോളം സാധാരണക്കാരനായി ഒരു സാമൂഹിക ജീവിയായി ഇഴുകിച്ചേർന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രീനിവാസൻ തന്റെ കഥകൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു വേദിയിൽ കയറി നിന്ന് 1000 പേരോട് സംസാരിക്കുന്നതിന് തുല്യമാണ് ഒരു സിനിമ എന്നതുപോലെ തന്നെ അദ്ദേഹം സംസാരിച്ചത് അത്രയും സാധാരണക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒഴുക്ക് ഇപ്പോഴും തുടരുന്നത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.